ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ട്രൈ എഴുതണം, ക്യാച്ച് എഴുതണം എന്നൊക്കെ അരിത്തമെറ്റിക് എക്സെപ്ഷൻസിന്റെ കാര്യങ്ങൾ പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ ഒന്നുകൂടെ ഒന്ന് ക്ലിയർ ആവാൻ ഒരു എക്സാമ്പിൾ വെച്ച് പറയാന്ന് വിചാരിച്ചു. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ എത്ര ക്ലിയർ ആയി കാണുമെന്ന് ഒരു ഡൗട്ട് ഉള്ളതുകൊണ്ടാണ് ഒന്നുകൂടെ പറയുന്നത്. നോക്കൂ, നമുക്ക് പലതരത്തിലുള്ള എക്സെപ്ഷൻസ് ഉണ്ട്. അതിൽ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന ഒരു അരിത്തമെറ്റിക് എക്സെപ്ഷൻ വന്നാൽ അതിനെ എങ്ങനെ ട്രൈ എഴുതാം, എങ്ങനെ ക്യാച്ച് എഴുതാം, എങ്ങനെ ഫൈനലി എന്ന് പറയുന്ന ബ്ലോക്ക് എഴുതാം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ആദ്യം നമ്മൾ ഒരു സാധാരണ പോലെ കോഡ് എഴുതി ഇന്റ് a = 50 ഡിവൈഡഡ് ബൈ 0 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു നമ്പർ ഡിവൈഡഡ് ബൈ 0 എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി ആണ് ഉണ്ടാകുന്നത്. അപ്പൊ എന്താണ് അവിടെ ഒരു എക്സെപ്ഷൻ ഉണ്ടാകുക? ഞാൻ എന്നിട്ട് അതിന് താഴെയായിട്ട് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്ലൻ ഫിനിഷ്ഡ് എന്ന് എനിക്ക് ഡിസ്പ്ലേ ആയി വരുകയും വേണം. എനിക്ക് അറിയില്ലായിരുന്നു ഇവിടെ എക്സെപ്ഷൻ വരുമെന്നൊക്കെയുള്ള കാര്യം. ഞാൻ വേഗം അങ്ങ് ടൈപ്പ് ചെയ്തു പോയി, എക്സിക്യൂട്ട് ചെയ്തു. ഓഫ് നെറ്റ് പോയി. നോക്കണേ, ഇവിടെയാണ് നമുക്ക് റിസൾട്ട് വരുന്നത്. നോക്കിക്കോണം, എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നോക്ക്, എക്സെപ്ഷൻ ഇൻ ത്രെഡ് മെയിൻ എന്ന് പറയുന്നതിൽ ഒരു ഡിവൈഡഡ് ബൈ 0 എക്സെപ്ഷൻ വന്നു മെയിൻ ക്ലാസ്സിൽ എന്നാണ് പറഞ്ഞത്. അപ്പൊ എനിക്ക് മനസ്സിലായി, ഓ ഇവിടെയാണ് എക്സെപ്ഷൻ വന്നത്. അപ്പൊ എക്സെപ്ഷൻ വരാൻ സാധ്യതയുള്ള കാര്യങ്ങളെ നമ്മൾ ട്രൈ എന്ന് പറയുന്ന ബ്ലോക്കിൽ എഴുതണം. ട്രൈ എന്ന് എഴുതുക. അപ്പൊ അതിനൊരു ക്യാച്ച് ബ്ലോക്കും ഉണ്ടായി. ട്രൈ എന്ന് പറയുന്നതിന് ഒരു ബ്ലോക്ക് ഉണ്ടായി. ആ ബ്ലോക്കിലേക്ക് എക്സെപ്ഷൻ വരാൻ സാധ്യതയുള്ള ആളാരാണ്? ഈ ഒരു ലൈനാണ്. അതിനെടുത്ത് ഞാൻ എഴുതി കൊടുത്തു. എന്നിട്ട് ഞാൻ എക്സിക്യൂട്ട് ചെയ്ത് നോക്കിയപ്പോഴെന്ത് പറയും? ട്രൈ ഉണ്ടെങ്കിൽ ക്യാച്ചോ ഫൈനലിയോ തീർച്ചയായും ഉണ്ടായിരിക്കണം. അപ്പൊ ഞാൻ എന്ത് എഴുതി? ഒരു ക്യാച്ച് എന്ന് പറയുന്ന സാധനം എഴുതി. ക്യാച്ച് ബ്ലോക്ക് എഴുതി. സാധനമല്ല, ക്യാച്ച് ബ്ലോക്ക് എഴുതി. അതിൽ ഞാൻ എഴുതി അരിത്തമെറ്റിക് എക്സെപ്ഷൻ ആണ് വരാനുള്ളത്. ഞാൻ ഇ എന്ന പേരും കൊടുത്ത് അതിനകത്തിൽ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് എഴുതണം. ഞാൻ എന്ത് പ്രിന്റ് ചെയ്താൽ മതി. ഞാൻ തൽക്കാലം പ്രിന്റ് ചെയ്യുക സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട്. വേറെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ അത് വേണം ഇവിടെ എഴുതി കൊടുക്കാൻ. എന്ത് എഴുതി കൊടുക്കുക? എക്സെപ്ഷൻ ഹാൻഡ്ലർ ആണ് വർക്ക് ചെയ്യുന്നത്. എക്സെപ്ഷൻ ഹാൻഡ്ലർ ഈസ് വർക്കിംഗ് എന്ന് ഞാൻ എഴുതി കൊടുത്തു. ഇനി ഞാനിത് റൺ ചെയ്ത് എനിക്ക് എങ്ങനെ കിട്ടും ആൻസർ എന്ന് നോക്കിയേ. ആദ്യം ഇവിടെ എക്സെപ്ഷൻ ഉണ്ടായി, അതിനുശേഷം എക്സെപ്ഷൻ ഹാൻഡ്ലർ വർക്ക് ചെയ്തു, അതിനുശേഷം ഫിനിഷ്ഡ് എന്ന് പറഞ്ഞു. ഇപ്പൊ മനസ്സിലായോ? ട്രൈയും ക്യാച്ചും മനസ്സിലായോ? ഇതിന് പകരം വേറെ എന്തൊക്കെ എക്സെപ്ഷൻ ഉണ്ടോ അതൊക്കെ എഴുതാം കേട്ടോ. ഇനി ഈ ഒരു ലൈനിന് അറേ ഔട്ട് ഓഫ് ബൗണ്ട് എക്സെപ്ഷൻ ആണെങ്കിൽ ഒരു ട്രൈക്ക് തന്നെ ഒന്നിൽ കൂടുതൽ ക്യാച്ചും വരാവുന്നതാണ്. ഇനി നമ്മൾ പറഞ്ഞ മൂന്നാമത്തെ കാര്യമാണ് ഫൈനലി എന്ന് പറയുന്നത്. ഈ എക്സെപ്ഷൻ ഹാൻഡിൽ ചെയ്താലും ഇല്ലെങ്കിലും എനിക്ക് എന്ത് വേണം? ഈ ഫൈനലി എന്ന് പറയുന്ന ബ്ലോക്ക് വർക്ക് ചെയ്യണം. ഞാൻ ഇവിടെ ക്യാച്ച് എഴുതിയിട്ട് ഫൈനലി എഴുതുകയാണെന്ന് വിചാരിക്കുക. ഫൈനലി നോക്ക്, ഇവിടെ എനിക്ക് ഫിനിഷ്ഡ് എന്ന ഔട്ട്പുട്ട് വന്നു. ക്യാച്ച് എഴുതിയിട്ടുള്ളത് കൊണ്ട് എക്സെപ്ഷനെ ഹാൻഡിൽ ചെയ്തിട്ട് വന്നു, ഫിനിഷ്ഡ് എക്സിക്യൂട്ട് ചെയ്തു. ഇനി ഞാൻ ഈ ക്യാച്ച് എഴുതാതെ ആണ് എഴുതുന്നതെങ്കിൽ ഒന്ന് നോക്ക്, എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എക്സെപ്ഷൻ ഉണ്ടാകും. പക്ഷേ ഈ ഫൈനലിയിൽ എഴുതിയിരുന്ന ബ്ലോക്ക് എന്തായാലും എക്സിക്യൂട്ട് ചെയ്തിരിക്കും. ഇവിടെ ഞാനേ ഫൈനലി എഴുതി കൊടുത്തില്ലായിരുന്നെങ്കിൽ ഈ ഫിനിഷ്ഡ് എന്ന് പറയുന്ന ലൈൻ എക്സിക്യൂട്ട് ചെയ്യത്തേ ഇല്ലായിരുന്നു. പക്ഷെ നമുക്ക് ഫിനിഷ്ഡ് എക്സിക്യൂട്ടും ചെയ്തു, അതിന് താഴെ എക്സെപ്ഷൻ ഉണ്ടായ കാര്യവും പറഞ്ഞു. ഇത് മനസ്സിലായോ? ഇതാണ് എന്തെന്ന് പറയുന്നത് ട്രൈ, ക്യാച്ച്, ഫൈനലി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മൊത്തം കാര്യങ്ങൾ പറഞ്ഞ എക്സെപ്ഷൻ എന്താണെന്ന് പറഞ്ഞു. എന്താണ് അതിന്റെ ഒരു പ്രോഗ്രാമിന്റെ ഒരു ഫ്ലോയ്ക്ക് ഉണ്ടാകുന്ന ഒരു ചേഞ്ച് വരും. നമ്മൾ പ്രതീക്ഷിച്ച രീതിയിലല്ല അതിന്റെ പ്രോഗ്രാം ഫ്ലോ അങ്ങ് മാറും. അതിനുശേഷം അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് പറഞ്ഞു. ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രൈ, ക്യാച്ച് ഒക്കെയാണ് ഉപയോഗിക്കേണ്ടത്. ഫൈനലി ബ്ലോക്സ് ഒക്കെയാണ് ഉപയോഗിക്കേണ്ടത്. പലതരത്തിലുള്ള ഒരു ട്രൈക്ക് അകത്ത് വേണം നമ്മൾ എന്തെഴുതാന്? എക്സെപ്ഷൻ ഉണ്ടാകാൻ പോസിബിൾ ആയിട്ടുള്ള ലൈൻ ഓഫ് കോഡ് എഴുതിയിട്ട് ക്യാച്ച് ചെയ്യണം. ക്യാച്ചിൽ വേണം അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് എഴുതേണ്ടത്.
പിന്നെ ഫൈനലി ആണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോഡ് അതിനകത്തിലാണ് എഴുതുന്നത്. എന്ന് വെച്ചാൽ എക്സെപ്ഷൻ ഹാൻഡിൽ ചെയ്താലും ഇല്ലെങ്കിലും എക്സിക്യൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഫൈനലിയിലാണ് എഴുതേണ്ടത്. അതിനുശേഷം നമ്മൾ പിന്നെ പറഞ്ഞു ത്രോ ആൻഡ് ത്രോസ് പറഞ്ഞായിരുന്നു. ഇപ്പൊ ഞാൻ വേറൊരു ഫംഗ്ഷൻ എഴുതിയിട്ട് അത് എക്സെപ്ഷൻ ജനറേറ്റ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണെന്ന് പറയണമെങ്കിൽ ഫംഗ്ഷന്റെ പേര് ഞാനിപ്പോ void m എന്ന് എഴുതിയിട്ട് പരാന്തസിസ് കൊടുത്തു കഴിഞ്ഞാൽ ത്രോസ് ഏത് എക്സെപ്ഷൻ ആണോ അതെന്ന് കൊടുക്കുക. ത്രോ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇപ്പൊ ഇവിടെ നമ്മൾ ജനറേറ്റ് ചെയ്തതല്ല, ഇൻബിൽറ്റ് ആയിട്ടൊരു എക്സെപ്ഷൻ അങ്ങ് ഉണ്ടായി വന്നതാ. ഇനി ഇതിന് പകരം ഞാനേ 50 ഡിവൈഡഡ് ബൈ 1 എന്ന് കൊടുത്താൽ ഇവിടെ എന്തെങ്കിലും എക്സെപ്ഷൻ ഉണ്ടാകുമോ? നിക്കണേ. ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പം ഒരു എക്സെപ്ഷനും ഉണ്ടാകുന്നില്ല. 50 ഡിവൈഡഡ് ബൈ 1 തന്നെ പ്രിന്റ് ആയി വരും. ഇനി ഞാൻ ഇവിടെ ഒരു ത്രോ എന്ന് എഴുതി കൊടുത്താൽ ത്രോ ന്യൂ അരിത്തമെറ്റിക് എക്സെപ്ഷൻ എറർ ഒരു മെസ്സേജ് കൂടെ അയച്ചു കൊടുക്കാം. എറർ എന്ന് ഞാൻ എക്സിക്യൂട്ട് ചെയ്യാൻ പറഞ്ഞാല് ഇവിടെ എന്താണ് പുതിയൊരു എക്സെപ്ഷൻ വന്നതുകൊണ്ടാണ് ഈ സ്റ്റേറ്റ്മെന്റ് അൺറീച്ചബിൾ ആയിട്ട് പോയത്. അതില്ല എന്നുണ്ടെങ്കിൽ എക്സെപ്ഷൻ വന്നു എന്ന് പറഞ്ഞു. ഒരു എറർ എന്ന് പറയുന്ന എക്സെപ്ഷൻ ആണ് ഇവിടെ ഉണ്ടായതെന്ന് ഞാൻ എറർ എന്നല്ലേ ഇവിടെ കൊടുത്തത്, അതുകൊണ്ട് എറർ എന്നുള്ള എക്സെപ്ഷൻ ആണ് വന്നതെന്ന് പറഞ്ഞു. ഇനി ഞാൻ ഇതിന് എന്ത് ചെയ്യണം? ട്രൈയും. ഇതിന് വേണ്ടിയിട്ടാണ് ത്രോ. നമ്മൾ സ്വന്തമായിട്ട് പ്രോഗ്രാമർ തന്നെ ഒരു എക്സെപ്ഷൻ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ത്രോ ഉപയോഗിക്കുന്നത്. പിന്നെ എഴുതുന്ന ഫംഗ്ഷന്റെ കൂടെ ഇവിടെ ത്രോസ് എന്ന് പറഞ്ഞ് എഴുതി കൊടുത്താല് ത്രോസ് എന്ന് പറഞ്ഞ ഈ ഫംഗ്ഷൻ ത്രോസ് ഈ ഫംഗ്ഷൻ എന്തോ ഒരു എക്സെപ്ഷനെ ജനറേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ത്രോസ്. ഇതിന്റെ കൂടെ എക്സെപ്ഷന്റെ പേര് അരിത്തമെറ്റിക് എക്സെപ്ഷൻ എന്നാണെങ്കിൽ ആ പേരൂടെ കൊടുത്താൽ മതി ഈ ഭാഗത്ത്. അതാണ് ത്രോസ്. ഇത്രയാണ് നമ്മൾ പഠിച്ച എക്സെപ്ഷൻസ് എന്ന് പറയുന്നത്. ഈ പോർഷൻസ് എല്ലാം നോട്ട് അയച്ചിട്ടുണ്ട്. അതിന്റെ കൂടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ഒരു നോട്ട് കൂടെ ക്രിയേറ്റ് ചെയ്ത് വേണം പഠിക്കാൻ കേട്ടോ.